ഹലോ മക്കളെല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ 4ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ ചാപ്റ്ററാണ് ട്രിൽസ് ആൻഡ് ത്രിൽസ് ബേർഡ് വാച്ചിങ് ഇൻ ഇന്ത്യ ബൈ ഡോക്ടർ സലീം അലി. ഡോക്ടർ സലീം അലി എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു മെമ്മോയറാണ്, ഓർമ്മക്കുറിപ്പാണ് ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്. ഡോക്ടർ സലീം അലി എന്ന് പറയുന്ന വ്യക്തി ഒരു പക്ഷി നിരീക്ഷകനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അനുഭവങ്ങളാണ് നമുക്ക് ഈ ഒരു പാഠഭാഗമായിട്ട് പഠിക്കാനായിട്ട് ഉള്ളത്. ഓക്കെ, അതിൽ തന്നെ ഏകദേശം 6 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ അവസാനം വരെ വളരെ ശ്രദ്ധാപൂർവം കാണാൻ വേണ്ടി ശ്രമിക്കുക. കൂടാതെ പരമാവധി ഫ്രണ്ട്സിന് കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യത്തിലേക്ക് കടക്കാം. ബേർഡ് വാച്ചിങ് ഈസ് ബോത്ത് എ സയൻസ് ആൻഡ് ആൻ ആർട്ട്. Explain this statement with reference to the lesson. ബേർഡ് വാച്ചിങ്, പക്ഷി നിരീക്ഷണം എന്ന് പറയുന്നത് ശാസ്ത്രീയവും അതേപോലെ തന്നെ കലാപരവുമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. എക്സ്പ്ലെയിൻ ദിസ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെഫറൻസ് ടു ദ ലെസൺ. അതായത് ഈ ഒരു വ്യാഖ്യാനത്തെ നിങ്ങളോട് വിശദീകരിക്കാനാണ് പറയുന്നത്. എന്തിന്റെ അടിസ്ഥാനത്തിൽ? നമ്മൾ ഈ ഒരു പാഠഭാഗത്തിന്റെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ വിശദീകരിക്കാനാണ്, എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ബേർഡ് വാച്ചിങ് ഈസ് ബോത്ത് എ സയൻസ് ആൻഡ് ആൻ ആർട്ട്. നോക്കാം നമുക്ക്. ഡോക്ടർ സലീം അലി ഷോസ് ദാറ്റ് ബേർഡ് വാച്ചിങ് ഈസ് ബോത്ത് എ സയൻസ് ആൻഡ് ആൻ ആർട്ട്. ഡോക്ടർ സലീം അലി എന്ന് പറയുന്ന വ്യക്തി നമുക്ക് കാണിച്ചു തരികയാണ് ഈ പക്ഷി നിരീക്ഷണം എന്ന് പറയുന്നത് ശാസ്ത്രീയവും അതേപോലെ തന്നെ കലാപരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇറ്റ് ഈസ് എ സയൻസ് ബിക്കോസ് ഇറ്റ് ഇൻവോൾവ്സ് കെയർഫുൾ ഒബ്സർവേഷൻ, ഐഡന്റിഫിക്കേഷൻ ആൻഡ് സ്റ്റഡി ഓഫ് ബേർഡ്സ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ഈ പക്ഷി നിരീക്ഷണം എങ്ങനെയാണ് ഒരു ശാസ്ത്രീയവും അതേപോലെ തന്നെ കലാപരമായിട്ടുള്ള കാര്യവും രണ്ടുമാണെന്ന് എന്തുകൊണ്ടാണ് പറയുന്നത് എന്ന്. ആദ്യം നമുക്ക് ശാസ്ത്രീയ വശങ്ങളെ പറ്റിയിട്ട് സംസാരിക്കാം. ഇറ്റ് ഈസ് എ സയൻസ് ബിക്കോസ് ഇറ്റ് ഇൻവോൾവ്സ് കെയർഫുൾ ഒബ്സർവേഷൻ, ഐഡന്റിഫിക്കേഷൻ ആൻഡ് സ്റ്റഡി ഓഫ് ബേർഡ്സ്. ഇതിന് എന്തുകൊണ്ടാണ് ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു അപ്രോച്ച് ഇതിനുണ്ടെന്ന് പറയുന്നത്? കാരണം ഈ പക്ഷി നിരീക്ഷണത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണത്? ഒബ്സർവേഷൻ, നിരീക്ഷണം, ഐഡന്റിഫിക്കേഷൻ, കണ്ടുപിടിക്കുക, തിരിച്ചറിയുക, ആൻഡ് സ്റ്റഡി ഓഫ് ബേർഡ്സ്, ഈ ബേർഡ്സിനെ പറ്റിയിട്ട്, പക്ഷികളെ പറ്റിയിട്ട് പഠിക്കുക. അല്ലെ, ഒരു പക്ഷി നിരീക്ഷകൻ ചെയ്യുന്നത് എന്താണ്? ആ പക്ഷിയെ കാണുമ്പോൾ അതിനെ ഒബ്സർവ് ചെയ്യുന്നു, അതിനെ നിരീക്ഷിക്കുന്നു. ഐഡന്റിഫിക്കേഷൻ, അതിനെ തിരിച്ചറിയാൻ വേണ്ടി ശ്രമിക്കുന്നു. ആൻഡ് സ്റ്റഡി ഓഫ് ബേർഡ്സ്, ആ പക്ഷികളെ പറ്റി പഠിക്കുന്നു. A bird watcher must note the size, color, call, habitat and behavior of birds. ഒരു പക്ഷി നിരീക്ഷകൻ ആ ഒരു പക്ഷിയുടെ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കുന്നത്? ആ പക്ഷിയുടെ ആകൃതി, സൈസ്, കളർ, നിറം, കോൾ, അതിന്റെ ശബ്ദം, ഹാബിറ്റാറ്റ്, അതിന്റെ ചുറ്റുപാട്, അതിന്റെ ആവാസ വ്യവസ്ഥ, ആൻഡ് ബിഹേവിയർ ഓഫ് ബേർഡ്സ്, അതിന്റെ സ്വഭാവ സവിശേഷത. ദിസ് നീഡ്സ് പേഷ്യൻസ്, ആക്യുറസി ആൻഡ് സയന്റിഫിക് തിങ്കിങ്. ഇതിനെന്താണ് ആവശ്യമായിട്ടുള്ളത്? സമാധാനമായിട്ടുള്ള, സാവധാനത്തോട് കൂടിയിട്ടുള്ള, അത് നിരീക്ഷിക്കാനുള്ള ഒരു കഴിവ്, ആക്യുറസി ആൻഡ് സയന്റിഫിക് തിങ്കിങ്, ശാസ്ത്രീയപരമായിട്ടുള്ള ഒരു ചിന്താഗതി, അതോടൊപ്പം തന്നെ അതിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനുള്ള ആ ഒരു ക്ഷമ, ശാന്ത സ്വഭാവശീലം ഒക്കെയാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്. അറ്റ് ദ സെയിം ടൈം ബേർഡ് വാച്ചിങ് ഈസ് an art because it gives joy and emotional satisfaction. അപ്പൊ ഇവിടെ രണ്ടാമതായിട്ട് പറയുന്ന കാര്യം എന്താണ്? പക്ഷി നിരീക്ഷണം എന്ന് പറയുന്നത് ഒരു കല കൂടിയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ബേർഡ് വാച്ചിങ് ഈസ് an art because it gives joy and emotional satisfaction. പക്ഷി നിരീക്ഷണം ഒരു കലാപരമായിട്ടുള്ള കാര്യമാണെന്ന് പറയാൻ കാരണം എന്താണ്? കാരണം അതിൽ നിന്നും ഡോക്ടർ സലീം അലി എന്ന് പറയുന്ന വ്യക്തിക്ക് എന്ത് കിട്ടുന്നുണ്ട്? ആനന്ദവും സന്തോഷവും ഒരു ആത്മസംതൃപ്തിയും ഒക്കെ അതിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. വാച്ചിങ് ബേർഡ്സ് ഫ്ലൈ ഫ്രീലി, ലിസണിങ് ടു their songs and enjoying their beauty brings പീസ് ടു ദ മൈൻഡ്. അതായത് ഈ പക്ഷികൾ പറക്കുന്നത് കാണുമ്പോഴും അതിൻ്റെ ഈണങ്ങൾ കേൾക്കുമ്പോഴും അതിൻ്റെ ആ ഒരു സന്തോഷത്തോടു കൂടിയുള്ള അതിൻ്റെ ആ ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും അദ്ദേഹത്തിന് സമാധാനം മനസ്സിൽ ഇങ്ങനെ വന്നു ചേരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് അദ്ദേഹത്തിന് ശാന്തമായിട്ടിരിക്കാനും ഇതൊക്കെ കാണുമ്പോഴും സമാധാനത്തോട് കൂടിയിട്ട് അതിനൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. ഇറ്റ് നീഡ്സ് സെൻസിറ്റിവിറ്റി ആൻഡ് ലവ് ഫോർ നേച്ചർ, നോട്ട് ജസ്റ്റ് നോളജ്. അതായത് ഇതൊക്കെ ചെയ്യണമെങ്കിൽ എന്ത് വേണം? പ്രകൃതിയെ നമ്മൾ സ്നേഹിക്കാൻ പഠിക്കണം. അതേപോലെ തന്നെ അതിൻ്റെ ഓരോ ചലനങ്ങളും തിരിച്ചറിയാനുള്ള ആഗ്രഹം ഉണ്ടാകണം. അതിൻ്റെ ഓരോ ചലനങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള താല്പര്യം നമുക്ക് ഉണ്ടായിരിക്കണം. പ്രകൃതിയോട് നമുക്ക് സ്നേഹം ഉണ്ടായിരിക്കണം. ഡോക്ടർ സലീം അലി കമ്പൈൻസ് ബോത്ത് ദീസ് ആസ്പെക്ട്സ് ഇൻ ഹിസ് എക്സ്പീരിയൻസസ്. അങ്ങനെ
ഡോക്ടർ സലീം അലി എന്ന് പറയുന്ന വ്യക്തി എന്താണ് ഈ രണ്ട് കാഴ്ചപ്പാടുകളും അദ്ദേഹത്തിന്റെ ആ ഒരു അനുഭവത്തിൽ അദ്ദേഹം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ഏതൊക്കെയാണത്? ശാസ്ത്രീയപരമായിട്ടുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ കലാപരമായിട്ടുള്ള കാര്യങ്ങളും ഇത് രണ്ടും കോർത്തിണക്കിക്കൊണ്ടാണ് അദ്ദേഹം ഈ ഒരു പക്ഷി നിരീക്ഷണം എന്ന് പറയുന്ന കാര്യം ചെയ്യുന്നത്. ഹി സ്റ്റഡീസ് ബേർഡ്സ് സീരിയസ്ലി ബട്ട് ഓൾസോ എൻജോയ്സ് ദെയർ ബ്യൂട്ടി. അദ്ദേഹം എന്താണ് പക്ഷികളെ പറ്റിയിട്ട് വളരെ സീരിയസ് ആയിട്ട് പഠിക്കുമ്പോൾ പോലും അതിന്റെ ആ ഒരു സൗന്ദര്യം അദ്ദേഹം എൻജോയ് ചെയ്യുന്നുണ്ട്, അദ്ദേഹം ആനന്ദിക്കുന്നുണ്ട്, അദ്ദേഹം അതിൽ സംതൃപ്തി കണ്ടെത്തുന്നുണ്ട്. Thus, bird watching becomes both a scientific activity and a pleasurable art. അങ്ങനെ ഈ ഒരു പക്ഷി നിരീക്ഷണം എന്ന് പറയുന്നത് എങ്ങനെയായിത്തീരുന്നു? ഒരു ശാസ്ത്രീയപരമായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയോടൊപ്പം തന്നെ അത് അദ്ദേഹത്തിന് ആനന്ദം നൽകുന്ന, അദ്ദേഹത്തിന് സന്തോഷം നൽകുന്ന, അദ്ദേഹത്തിന് മനഃശാന്തി നൽകുന്ന ഒരു കലാപരമായിട്ടുള്ള കാര്യമായി കൂടി ഈ ഒരു പക്ഷി നിരീക്ഷണം മാറുന്നു. ഇത്രയാണ് അതിന്റെ ഉത്തരവായിട്ട് വരുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന മലയാള വിവർത്തനം വായിച്ചു നോക്കാവുന്നതാണ്. ഇത് വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റിലൂടെ അറിയിക്കുക. നമുക്ക് എന്ത് ചെയ്യാം, അതിനെ പറ്റിയിട്ടൊക്കെ ഡിസ്കസ് ചെയ്യാം പിന്നീട് ഒരു വീഡിയോയിൽ. ഓക്കെ ആണ്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഒരു ചോദ്യം എഴുതി നോക്കുക, ഈ ചോദ്യം എഴുതുക, എന്നിട്ടാകുമ്പോൾ അതിന്റെ ഉത്തരം സ്വന്തമായിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട്, അല്ല ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ടല്ല, ടെക്സ്റ്റ് ബുക്ക് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് കാണാതെ സ്വന്തമായിട്ട് നിങ്ങളൊന്ന് എഴുതി നോക്കുക. എന്നെങ്കിൽ മാത്രമേ നമ്മുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആവുകയുള്ളൂ, എന്നെങ്കിൽ മാത്രമേ നമുക്ക് എക്സാമിന് അതിമനോഹരമായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ. ഓക്കെ ആണ്. സോ ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സീ യു സൂൺ നെക്സ്റ്റ് വീഡിയോ. ബൈ.